ഏതു എടുത്ത കേസ് ഏതു കൊടുത്ത കേസും ഇപ്പം ഞാനാണ് അവരെ സ്ഥാനത്ത് നിന്നെങ്കിൽ എൻ്റെ വണ്ടിയും എൻ്റെ കുടുംബം വരെ അവർ വെളുപ്പിച്ച് കൊണ്ടുപോയേനെ പോലീസുകാർ. പക്ഷേ ഇത് നേരെ തലയിരിച്ചാണ്. അതല്ലേ പറഞ്ഞ ഇരട്ടത്താപ്പ് നയം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സംഭവം. അതാണ് കാര്യം. അത് കഴിഞ്ഞ് ഇവരെ ഈ രഹസ്യമൊഴി കൊടുക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ രഹസ്യമൊഴി ചിലപ്പോൾ ലേഡീസ് ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും പെണ്ണുങ്ങൾക്ക് ആ രഹസ്യമായിട്ട് എന്തോ ആംഗ്യം കാണിച്ചെന്നല്ലേ പറയുന്നത്. ഒരു ബസ്സിൽ 10-70 യാത്രക്കാരുമായിട്ട് വരുന്ന ബസ്സാണ്, യാത്ര ചെയ്യുന്ന ബസ്സാണ്. ബസ്സിൽ നിറയെ ആളുകളുണ്ട്. ആ വിഷ്വലിൽ തന്നെ കാണാം. അപ്പോൾ ഇരുചേട്ടനാണെങ്കിലും അവരോട് സംസാരിക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞു. അവിടെയൊന്നും ഒരു അസഭ്യം വീണിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് ആ ദൃശ്യങ്ങളിലൂടെ. ഇനി എവിടെയാണ് ഈ അശ്ലീലം എന്നുള്ള പരാമർശം വരുന്നത്? വണ്ടി സൈഡിൽ കൂടെ ഒരുമിച്ച് വരെയല്ലേ, മത്സരിച്ച് വരെയല്ലേ. ഈ ബസ്സിൻ്റെ ബാക്കിൽ കിടന്ന വണ്ടി ബസ്സിൻ്റെ ഒപ്പത്തിനൊപ്പം സെൻട്രൽ ഭാഗത്ത് വരെയാണ്. ബസ് വൺ വേ കയറുന്നതിന് മുമ്പ് ഇവർ ഓവർടേക്ക് ചെയ്യാൻ നോക്കുകയാണ്. വൺ വേ കയറുന്നതിന് മുമ്പ് ഓവർടേക്ക്. അപ്പം കേസ് അവർക്ക് തന്നെ ഇത് വിഷ്വലിൽ തന്നെ ഇവരെ എതിരായിട്ടാണ്. എന്നുവെച്ചാൽ ബസ് പോകണമെങ്കിൽ, ബസ് റാഷ് ഡ്രൈവിംഗ് സ്പീഡിൽ പോകണമെങ്കിൽ ഈ കാറും അതേപോലെ വരെയല്ലേ. കാറ് അതിനെക്കാട്ടി ബസ്സിൻ്റെ ഇത്രയും വലിയ വലിപ്പമുള്ള ബസ്സിൻ്റെ RPM-നെക്കാട്ടിയും കുറവല്ലേ കാറിന്. അപ്പോൾ കാറ് അത്രയും സ്പീഡ് എടുക്കുമ്പോൾ ബസ്സിനെ കാട്ടിയും ഓവർ സ്പീഡും റാഷ് ഡ്രൈവിംഗും അല്ലേ കാറ് ഉപയോഗിക്കുന്നത്. അത് തന്നെ കേസ് എടുക്കാമല്ലോ. അതൊക്കെ കേസ് എടുക്കാം. അതിന് നിയമപരമായിട്ട് കേസ് എടുക്കാന്നുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ട് അവരെടുക്കുന്നില്ല? അതായത് ഞാൻ സാധാ ഒരു ജനം, അത് സാധാ നിങ്ങളെ പോലെയൊക്കെ ആള്, അവര് ഇത് ഒരു സ്ഥാനത്തിരിക്കുന്ന ആള്. ഞാനിപ്പോ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ എന്റെ കേസ് എടുത്തേരെ. ഞാൻ അവരെ കാട്ടി താഴ്ന്ന ഒരു കോടതി പറഞ്ഞതല്ലേ, കോടതി ഇടപെട്ടു, FIR ഇട്ടു. പിന്നെ എന്തുകൊണ്ട് ഈ കേസിൽ ചോദ്യം ചെയ്യുന്നില്ല? കോടതി ധിക്കാരമല്ലേ പോലീസ് കാണിക്കുന്നത്? കോടതി ഇലക്ഷൻ കാണിക്കുന്നത് കറക്റ്റായിട്ടുള്ള ഇത് ചെയ്യാതെ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോലീസ് പെടാപാട് പെടുകയാണ്. അത് കാണുമ്പോഴേ അറിയാം പെടാപാട് പെടും. ഇതിലൊന്നും ഇല്ലാത്ത ഒരു സ്റ്റേഷൻ മാസ്റ്ററെ പിടിച്ചോണ്ട് പോകുന്നു. അങ്ങേരെ അസുഖത്തിന് 100,000 അസുഖത്തിന് മരുന്ന് കഴിക്കാൻ പോലും സമ്മതിക്കില്ല, ഫുഡ് കൊടുക്കാൻ സമ്മതിക്കാതെ. അങ്ങേരെ എന്താണ് തെറ്റിയതെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ അദ്ദേഹത്തിന് അവിടെ മരുന്ന് കഴിക്കാനും വെള്ളം കുടിക്കാൻ പോലും പറ്റാത്ത സ്ഥിതി. പിന്നെ കഴിക്കുന്ന മരുന്നല്ലാതെ അത് മീഡിയാസിൽ കണ്ടതാണ്. അപ്പം ഇതൊക്കെ എതിരായിട്ട് നമ്മൾ കേസ് കൊടുത്താലും അവരത് ഇപ്പം അവരുടെ സ്ഥാനത്ത് അവർ കേസ് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പം നല്ല രീതിയിൽ ആയേനെ. പക്ഷെ നമ്മളായതുകൊണ്ട് സാധാ ഒരു ജനത്തിന് ഒരു വിലയില്ല, പട്ടിക്ക് പോലും വിലയില്ലാത്ത അവസ്ഥയാണ്. ഒരു കുറ്റവാളി കൊണ്ടുപോയതല്ലേ അതാണ് കൊണ്ടുപോയത്. ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങ് ചെല്ലും. എൻ്റെ വീട്ടിൻ്റെ ഇവിടെ റോഡിൽ വന്നിന്ന് ആളുകൾ കാണത്തക്ക ചായക്കടയിൽ വേണ്ടി വന്ന് ഇത്രയും ആൾ കൂടി ഇങ്ങനെ നടത്തുന്നതാണ് എന്നെ കൊണ്ടുപോയത്. പക്ഷെ അതെനിക്ക് വിഷയമില്ല. വിഷയമില്ലാത്തതെന്ന് വെച്ചാൽ വേറൊരു കേസല്ല. വിഷയമില്ലാത്തതെന്ന് വെച്ചാൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ആളുകളെ പേടിക്കേണ്ട കാര്യമില്ല. എന്നാലും ആളുകൾ തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു, നീ ഏടാ മെമ്മറി കാർഡ് എടുത്തേന്ന്. അതായത് അങ്ങനെ വരുത്തി തീർക്കുക, അവർക്ക് അതാണ് ആവശ്യം. ഇന്നും ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വണ്ടി പോലീസ്, നിറയെ പോലീസുകാരുമായിട്ട് ഇവിടെ വഴിയിൽ കിടപ്പുണ്ട്. പക്ഷേ ഈ ഒരു മൊഴിയുടെ പശ്ചാത്തലത്തിൽ താങ്കളെ ഇനി വീണ്ടും വിളിപ്പിച്ചേക്കാമോ, കൊണ്ടുപോയേക്കാമോ? വിളിപ്പിച്ചാൽ ഇവർ വിളിപ്പിച്ചാൽ ഇനി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഇടിച്ച് സമ്മതിപ്പിക്കാനേ നോക്കുള്ളൂ. അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അല്ലാതെ വിളിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതേ പറയാവുള്ളൂ. എന്നെ ഇടിച്ചു ഉപദ്രവിച്ചും ഒക്കെ ഇവർക്ക് സമ്മതിപ്പിക്കാൻ പറ്റുള്ളൂ, ശാരീരികമായിട്ട് ഉപദ്രവിച്ച്. അല്ലാതെ എൻ്റെ അടുത്ത് ഏത് തരത്തിൽ ദേഷ്യപ്പെട്ടാലും ക്രോസ് ആയിട്ട് പലയിടത്തു നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എനിക്കിതേ പറയാവുള്ളൂ. സത്യം ഒന്നല്ലേ ഉള്ളൂ. കള്ളത്തനവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ വായിന്ന് സത്യം വിഴുന്നു പോകും. അങ്ങനെയല്ല. പക്ഷെ ഞാൻ സത്യമായിട്ടാണ് ഇപ്പോഴും പറയണ. ചാനലിൻ്റെ അടുത്ത് എപ്പോഴും ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഇത്രയും വിവാദത്തിൽ നിൽക്കുമ്പോൾ ഇത് ലോക്കൽ പോലീസ് അന്വേഷിക്കാതെ മറ്റേതെങ്കിലും തരത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചോ അങ്ങനത്തെ അത് ഏൽപ്പിക്കണമെന്നാണ് ഞാൻ കോടതിയുടെ അടുത്ത് നാളെ വക്കീലിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അങ്ങനെ ഒരു ഫയൽ റിട്ടേൺ ചെയ്യണം, കേസ് ഫയൽ ചെയ്യണം. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴുള്ള നിലവിലുള്ള അന്വേഷണം എനിക്ക് തൃപ്തികരമല്ല. അവർക്ക് ഫേവറായിട്ടാണ് നിൽക്കുന്നത്. എന്നുവെച്ചാൽ കേസ് നിഷ്പക്ഷമായിട്ടല്ല നിൽക്കുന്നത്. അതായത് ഇരട്ടത്താപ്പ് നയം. അതായത് നമ്മൾ പാവപ്പെട്ടവന് വേറൊരു നിയമം, അത് വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് വേറൊരു നിയമം. അത് പാടില്ല. കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ പറഞ്ഞത് പോലീസ് അന്വേഷണം നടക്കട്ടെ. അതായത് ഗണേഷ് കുമാർ സാറിന് അറിയാം പോലീസ് എങ്ങനെയായാലും എൻ്റെ പേരിൽ കുറ്റം ജാരി വെച്ചിട്ട് മറ്റേവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ തത്തപ്പാട് വിടണമെന്നുള്ള. ഇപ്പോൾ കൺട്രോൾമെൻറ്റ് സ്റ്റേഷനിൽ നിങ്ങൾ തിരക്കിയാൽ തന്നെ അറിയാം. എന്നെക്കുറിച്ച് വിളിച്ച് ചോദിച്ചാൽ അപ്പോൾ അറിയാം. ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സെല്ല് തന്നെ ഉണ്ട്. ഇത് എവിടെ പോകുന്നു, ബാത്റൂമിൽ എത്ര തവണ പോകുന്നു, ഏതും അങ്ങോട്ട് നടക്കുന്നുണ്ടോ ഇങ്ങോട്ട് നടക്കുന്നുണ്ടോ, കടയിൽ കയറുന്നുണ്ടോ, കടയിൽ കയറി എത്ര രൂപ കൊടുത്തു, മൊബൈൽ ടവറിൻ്റെ കീഴിൽ മൊബൈലിൽ എത്ര ഭാഷ സംസാരിച്ചു, ആരുടെ സംസാരിച്ചു, അർദ്ധരാത്രി സംസാരിച്ചു. ഇത് നിരീക്ഷണം ചെയ്ത ഒരു സെക്ഷൻ തന്നെ യദുവിൻ്റെ ബാക്കിലുണ്ട്. ഈ യദുവിൻ്റെ കേസിന് ശേഷം വേറെ 2 പേര് പുറത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് മേയർ കാരണം അവരെയും ജോലി പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ യദുവിനെ പോലെ ഒരുപാട് പേര് ഇതുപോലെ മേയർ പീഡിപ്പിച്ചിട്ടില്ലേ? ഇങ്ങനെ
ആർഗ്യുമെൻ്റ് ഇങ്ങനെ വിഷയം നടന്നപ്പോൾ ഞാൻ എതിർത്തപ്പോഴത്തേക്ക് ബാക്കിയുള്ളവർക്ക് ഒരു ധൈര്യമായതാണ്. പക്ഷേ ഞാൻ എതിർത്തപ്പോൾ ബാക്കിയുള്ളവർക്കും ധൈര്യമായി. അത് ഇവരെ പേടിച്ച് പല ആൾക്കാരും പുറത്ത് വരാത്തതാണ്. എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്, എൻ്റെ ഭാഗത്ത് തെറ്റില്ല. എന്നിട്ട് എന്നെ തെറ്റുകാരനാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. തെറ്റുള്ളവർ സുഖമായിട്ട് ജീവിക്കുന്നു ആണ് ഞാൻ. ഇപ്പം മേയറിൻ്റെ വണ്ടി കിട്ടാത്തതുകൊണ്ടാണ്, ആ വണ്ടി റിക്കവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പോലീസിന് മൊബൈൽ ട്രേസ് ഔട്ട് ചെയ്ത് ഇവരെ ആരെയൊക്കെ വിളിച്ചെന്നും മെമ്മറി കാർഡ് ഏത് വഴിക്ക് പോയെന്നും അറിയാൻ പറ്റാത്തതുകൊണ്ടാണ്. വേണമെങ്കിൽ പറ്റും, പോലീസുകാർ ചെയ്യില്ല. ആ വണ്ടിയിലുണ്ടായിരുന്ന 2 യുവാക്കളുണ്ട്, അവരെ ഇതുവരെ ചോദ്യം ചെയ്ത് എന്തുകൊണ്ടാണ് അത് ചോദ്യം ചെയ്യുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള അവരും ആ പയ്യനും പാർട്ടിക്കാരനാണ്. അവനെ ഭീഷണിപ്പെടുത്തി ഞാൻ പാർട്ടി ഉള്ളതാണ്, MLA ആണ്, മേയറാണെന്ന് പറഞ്ഞപ്പോഴാണ് അവൻ പേടിച്ച് ഡിലീറ്റ് ചെയ്തത്. അല്ലെങ്കിൽ വേറെ ആരോ എന്ന് വിചാരിച്ചാണ് അവനും വീഡിയോ എടുത്ത് അങ്ങനെയാണ്. മേയറാണെന്ന് അവനെ അറിഞ്ഞുകൂടെയായിരുന്നു. അപ്പോൾ ഒരു ഡ്രൈവർ എന്നുള്ള രീതിയിൽ നമ്മൾ റോഡിൽ കിടന്ന് അനുഭവിക്കുന്ന ഒരു പ്രശ്നം അവന് മനസ്സിലാവും. അവൻ ഓടിക്കൊണ്ടിരിക്കുന്നവന്. അന്ന് ഏതു മദ്യപിച്ചെന്ന് അറിഞ്ഞാൽ ഏതുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷെ എന്തുകൊണ്ട് മേയറേയും കൂട്ടുകാരും കൊണ്ടുപോയില്ല? ഞാൻ പറഞ്ഞിട്ട് അവർ കൊണ്ടുപോയില്ലല്ലോ. അവർ കൊണ്ടുപോകാൻ തയ്യാറല്ലല്ലോ. അവർക്ക് എൻ്റെ മാത്രമാണ്. അവർ വിചാരിച്ചെന്ന് ഞാൻ ഇത്ര മേയറാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ചുകൊണ്ട് ഞാൻ ആ പയ്യനെ പറയുകയും ചെയ്തു, തിരിച്ച് പറയുകയും ചെയ്തു. എന്ന് വെച്ചാൽ എൻ്റെ അച്ഛനെ വിളിക്കാൻ ആർക്കും അധികാരമില്ല. ഞാൻ അവൻ്റെ അച്ഛനെ വിളിച്ചിട്ടുമില്ല, ആ പയ്യൻ്റെ അച്ഛനെ വിളിച്ചിട്ടുമില്ല. അപ്പം ഞാനത് പറയേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ തന്തയുടെ വകയുടെ ഒന്നും. പക്ഷേ MLA പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല. MLA ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെയും നമ്മുടെ പേരിൽ കേസാവും. മനസ്സിലായ? MLAയുടെ തന്തയ്ക്ക് വിളിച്ചെന്നുള്ള ഇതാവും. അപ്പോൾ നമ്മളെന്ത് ചെയ്ത് അത് MLA ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ എൻ്റെ അച്ഛനെ പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ചു താങ്കളുടെ അച്ഛൻ്റെ വകയാണ്. ഈ കൗണ്ടർ പെറ്റീഷൻ ഇപ്പം താങ്കൾ ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്ന് മെഡിക്കൽ പരിശോധനയിൽ തന്നെ വ്യക്തമായി. പക്ഷെ പോലീസ് അങ്ങനെ എടുത്തത് എനിക്കൊരു അനുഗ്രഹമായി. ഇതേ ആരോപണം തന്നെ പറയുന്നുണ്ട്. അവര് മദ്യപിച്ചിരുന്നോ ഉണ്ടെന്നുള്ളത് പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. പരിശോധിക്കണം, അത് ചെയ്തിട്ടില്ല, അത് ചെക്ക് ചെയ്യുന്നില്ല. അവരന്ന് പോയ കല്യാണം പാർട്ടിയിലെ വിഷ്വൽസ് എടുത്തിട്ടില്ല. വിഷ്വൽസ് എടുത്താൽ കറക്റ്റ് കിട്ടാന്നുള്ളതേ ഉള്ളൂ. പോലീസുകാർക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടൊന്നല്ല, അത് വന്നു കഴിഞ്ഞാൽ അതിൽ നെഗറ്റീവുകൾ വരും. ആ വിഷ്വൽസ് എടുക്കുക, അവർ പോയ ഏത് കല്യാണ പാർട്ടി എന്ന് അറിയുക, അതിന്റെ വിഷ്വൽസ് എന്തെടുക്കാത്ത. ഞാനായിരുന്നു കല്യാണ പാർട്ടിക്ക് പോയെങ്കിൽ ഇപ്പോൾ അതിന്റെ വിഷ്വൽസ് അതാണ് ബുദ്ധിയുള്ളവർക്ക്. ജനങ്ങൾക്ക് ബുദ്ധിയുണ്ടെന്ന്. ജനങ്ങൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ ആരും അല്ലാതാവും. ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴാണ് പോലീസുകാർ എൻ്റെ പേരിൽ തെറ്റുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പല കേസിലും തെറ്റുണ്ട്. ജനങ്ങൾക്ക് മനസ്സിലായി, ജനങ്ങൾക്ക് അറിയാം. ഇനി എന്തിനാ ഇവരെന്നെ ഉണ്ടാക്കിയാലും ഇവരെ കൃത്രിമമായിട്ടുള്ള സംഭവങ്ങൾ ആഡ് ചെയ്യണമെന്ന് ജനങ്ങൾക്ക് തന്നെ മനസ്സിലാവും. സ്വാഭാവികമായിട്ട് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ രഹസ്യമൊഴിയുടെ കൂടെ വരുമ്പോൾ എത്രത്തോളം ജാഗ്രതയുണ്ട്? എന്തെങ്കിലും ജാഗ്രത എന്ന് പറഞ്ഞത് കാര്യമില്ല. നമുക്ക് വരാനുള്ളത് വരും. അത് അവരിപ്പം മനഃപൂർവ്വം വരുത്തി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ജനങ്ങളും കാണും, കോടതിയും കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു അറസ്റ്റ് ബാക്കിനുണ്ടോ? അറസ്റ്റ് കാണുമായിരിക്കും. മയക്കാന്തരായിരിക്കുന്നത് കൂടി വന്നാൽ അവർ കൊല്ലുമായിരിക്കും. അതല്ലേ ഞാൻ അന്നൊന്നും പറയണം. കൊന്ന പ്രാവശ്യമല്ലേ കൊല്ലുള്ളൂ. എന്നെ മാത്രമല്ലേ കൊല്ലാൻ പറ്റുള്ളൂ. ബാക്കി ജനങ്ങളിങ്ങനെ ഇടയ്ക്കില്ലേ. ജനങ്ങൾ പ്രതികരിക്കാൻ തന്നെ ചെയ്യും. അതിൽ പേടിക്കാനൊന്നും വേണ്ട. ജനങ്ങൾ ഇതിനെതിരെ എൻ്റെ ബാക്കിൽ സപ്പോർട്ടായിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ജനങ്ങൾ പ്രതികരിക്കും, അത് ഉറപ്പാണ്. വലിയൊരു പാർട്ടിക്കെതിരെ, കേരളത്തിലെ വലിയൊരു പാർട്ടിക്കെതിരെ ഞാനൊരു കാര്യം പറയട്ടെ. അതിൽ വലിയൊരു പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ ചില ആൾക്കാരേ ഉള്ളൂ. പാർട്ടി മൊത്തത്തിൽ നമ്മൾ അധിക്ഷേപിക്കാൻ പാടില്ല. പാർട്ടിയിൽ ഇതേപോലെയുള്ള ആൾക്കാരെ എടുത്ത് കളയണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതേപോലെയുള്ള പാർട്ടിയെ തുലയ്ക്കുന്ന ആൾക്കാരെ എടുത്ത് കളയുക. അങ്ങനെയുള്ള ആൾക്കാർ പാർട്ടിയിൽ വന്നു കഴിഞ്ഞാൽ പാർട്ടിക്ക് മൊത്തത്തിലാണ് കേടുണ്ടാക്കുന്നത്. പാർട്ടി ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. ഒന്നുമില്ലെങ്കിൽ കുറച്ച് കാലത്ത് ഞാൻ കൊടി പിടിച്ചിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് യാതൊരു എനിക്ക് വിരോധമില്ല. എനിക്ക് ഒരു പാർട്ടിയോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല, ഒരു പാർട്ടിയോടും വിരോധമല്ല. ഞാൻ വോട്ടിടുന്നത് പാർട്ടി നോക്കിയുള്ള ആളുകളാണ് പ്രശ്നം. പാർട്ടിയിലുള്ള ചില ആളുകൾ, എല്ലാവരും ചില ആൾക്കാരാണ് ഒരു പാർട്ടിയെ മൊത്തത്തിൽ പറയും. ഇപ്പോൾ KSRTC തന്നെ ഒരു ഡ്രൈവർ മതിയല്ല എല്ലാവരും പറയിപ്പിക്കും. ഇപ്പോൾ KSRTC എല്ലാവരും കുറ്റം പറയുകയാണ് ചെയ്യുന്നത്. എൻ്റെ കാര്യത്തിൽ അതുണ്ടായില്ല. പക്ഷേ ജനങ്ങൾക്ക് മനസ്സിലായി എൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്നോ. അതാണ് എൻ്റെ വിജയം. ശരി.